എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. പുലർവട്ടം വീഴും മുമ്പ് അടുക്കളപ്പണി തീർത്ത് മുഴുക്കയ്യൻ ഷർട്ടും ധരിച്ച് കയ്യിലൊരു പൊതിച്ചോറുമായി ഇടവഴിയിലൂടെ നടന്നു പോകുന്ന തൊഴിലുറപ്പുകാർ മലയാളി പ്രഭാതങ്ങളുടെ അടയാളമാണ്. അതിനുമപ്പുറം ഇന്ത്യയുടെ സാമൂഹിക ഭൂപടത്തിൽ അധ്വാനത്തിന്റെ അന്തസ്സും സ്ത്രീകളുടെ അടക്കം സാമ്പത്തിക സ്വാതന്ത്ര്യവും അടിവരയിട്ട ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് മുകളിലും ഇതാ ആ ആയുധം പതിഞ്ഞിരിക്കുന്നു. രാജ്യത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിർത്തലാക്കി. പകരം വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ VBG റാംജി എന്ന നിയമം കൊണ്ടുവന്നിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. പദ്ധതിയുടെ മാറ്റത്തിലൂടെ കേരളത്തിൽ ഉള്ളവരുടെ അടക്കം തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് എന്തൊക്കെ പ്രതിസന്ധികളാണ് ഉണ്ടാകുക, എന്തൊക്കെ നേട്ടങ്ങളാണ് ഉണ്ടാകുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. 8 മണിക്കൂർ നീണ്ട ചർച്ചയ്ക്ക് ശേഷം കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെ 1:36 ലോക്സഭയിൽ പാസാക്കിയത് തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരുമാറ്റവും കേവല നിയമ ഭേദഗതിയും മാത്രമായിരുന്നില്ല. ഉപജീവനം മുതൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം വരെ സാധ്യമാക്കിയ സമാനതകളില്ലാത്ത ജനകീയ അതിജീവന മാതൃകയുടെ ചരമവിധി കൂടിയായിരുന്നു അത്. ലോകത്തിലെ ഏറ്റവും ബൃഹത്തും കാര്യക്ഷമവുമായ ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടിയായി ലോകബാങ്ക് വിശേഷിപ്പിച്ച പദ്ധതിയുടെ ജീവനാഡി വരിഞ്ഞ് മുറുക്കപ്പെട്ടിരിക്കുന്നു. 2 പതിറ്റാണ്ടായി ഭാരതത്തിലെ ഗ്രാമീണ ജനതയുടെ സാമ്പത്തിക സുരക്ഷയുടെയും അതിജീവനത്തിന്റെയും ആണിക്കല്ലായിരുന്ന 2005 മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തെ സമഗ്രമായി ഉടച്ചു വാർത്തിക്കൊണ്ടുള്ള വികാസ് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ അഥവാ BVG റാംജി എന്ന നിയമ ഭേദഗതിയാണ് വ്യാപക ആശങ്കക്ക് വഴിവെച്ചിരിക്കുന്നത്. മഹാത്മാഗാന്ധിയുടെ പേര് മുതൽ സാധാരണക്കാരന്റെ ഉപജീവനത്തിൽ വരെ കത്തിവെച്ചു എന്നതാണ് സംഭവിച്ചത്. ഒന്നാം UPA സർക്കാരിന്റെ കാലത്ത് 2004 ഓഗസ്റ്റ് 23 സ്വാതന്ത്ര്യത്തിലെ ഏറ്റവും സമഗ്ര മനോഹരമായ നിയമനിർമ്മാണമായ തൊഴിലുറപ്പ് പാർലമെന്റ് ഐക്യകണ്ഠേന പാസാക്കിയത്. 2006 ഫെബ്രുവരി ആന്ധ്രാപ്രദേശിലെ അനന്തപുരിയിൽ വെച്ച് അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. അവിദഗ്ധ കായിക തൊഴിൽ ചെയ്യാൻ സന്നദ്ധയുള്ള ഗ്രാമീണ കുടുംബങ്ങൾക്ക് ഒരു സാമ്പത്തിക വർഷം 100 തൊഴിൽ ദിനങ്ങൾ അനുവദിക്കുന്ന പദ്ധതിയാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ഈ നിയമത്തിന്റെ സങ്കല്പത്തെയും ആത്മാവിനെയും അറുത്തുമാറ്റുന്ന ഭേദഗതി നിയമമാണ് പാസാക്കപ്പെട്ടിരിക്കുന്നത്. പഴയ നിയമപ്രകാരം ആവശ്യപ്പെടുന്ന ഏതൊരാൾക്കും ചുരുങ്ങിയത് 100 തൊഴിൽ ദിനങ്ങൾ ലഭ്യമാക്കുക എന്നത് തൊഴിലവകാശമായിരുന്നു എങ്കിൽ നിയമ ഭേദഗതി പ്രകാരം കേന്ദ്രം നിർദ്ദേശിക്കുന്ന ടാർഗറ്റിനും ലേബർ ബജറ്റിനും അനുസൃതമായി തൊഴിൽ നൽകുന്ന രീതിയിലേക്ക് പദ്ധതി പരിമിതപ്പെട്ടു. അധികമായുള്ള തൊഴിൽ ആവശ്യകത ഉയർന്നാൽ അത് നൽകാൻ കേന്ദ്രത്തിന് ബാധ്യതയില്ല. ഡിമാൻഡ് ഡ്രിവൻ സ്കീം അഥവാ ആവശ്യാനുസരണം തൊഴിലെടുക്കുക എന്ന ആശയം തന്നെ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. മുഴുവൻ തുകയും കേന്ദ്രം വഹിച്ചിരുന്ന കേന്ദ്ര പദ്ധതി എന്നതിൽ നിന്നും ചെലവ് പങ്കിടുന്ന കേന്ദ്രാവിഷ്ഠിത പദ്ധതി എന്നതിലേക്ക് പറിച്ചു നട്ടിരിക്കുന്നു. നിലവിലെ കണക്കുകൾ വെച്ച് ഏതാണ്ട് 1400 കോടി രൂപയുടെ തൊഴിൽ ദിനങ്ങളാണ് കേരളം അധികമായി സൃഷ്ടിച്ചത്. തൊഴിൽ ആവശ്യപ്പെട്ടെങ്കിലും 15 ദിവസത്തിനകം നൽകിയില്ല എങ്കിൽ തൊഴിലില്ലായ്മ വേതനം നൽകണമെന്ന വ്യവസ്ഥ നിലവിലെ നിയമത്തിലുണ്ട്. മാത്രമല്ല വേതനം വൈകുന്നതിനനുസരിച്ച് നഷ്ടപരിഹാരവും ഉണ്ട്. എന്നാൽ ഇനി മുതൽ ഇവ പൂർണ്ണമായും സംസ്ഥാനം നൽകണമെന്നാണ് പുതിയ നിയമം ഭേദഗതി ചെയ്തിരിക്കുന്നത്. വിതക്കൽ, കൊയ്ത്ത് തുടങ്ങിയ പ്രധാന കാർഷിക സീസണുകളിൽ 60 ദിവസം വരെ പദ്ധതി നിർത്തിവെക്കാൻ കേന്ദ്രത്തിന് അധികാരം ഉണ്ടെന്നാണ് കേരളത്തിനെ പ്രതികൂലമായി ബാധിക്കുന്ന മറ്റൊരു നിർദ്ദേശം. കേരളത്തിലെ കൃഷികൾ സീസൺ എന്നതിലുപരി വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്നതാണ്. കൂടാതെ കേരളത്തിലെ ഗ്രാമീണ തൊഴിലുകളിൽ ഭൂരിഭാഗവും സ്വന്തമായി ഭൂമിയില്ലാത്തവരോ നാമമാത്രമായി ഭൂമിയുള്ളവരോ ആണ്. അവർക്ക് കാർഷിക സീസണിൽ മാത്രം ജോലി കിട്ടുമെന്നൊരു ഉറപ്പുമില്ല. ഗ്രാമീണ മേഖലയിലെ സാധാരണക്കാരുടെ ഉപജീവനത്തിൽ ഇത് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത്. കേരളത്തിലെ ശരാശരി കാർഷിക വേതനം പുരുഷന്മാർക്ക് 764 രൂപയാണ്. കേരളത്തിലെ തൊഴിലുറപ്പ് വേതനം 369 രൂപയുമാണ്. ഇന്ത്യയിലെ ശരാശരി കാർഷിക വേതനം 345 രൂപയും. കേരളത്തിലെ ഉയർന്ന ജീവിത ചെലവ് പരിഗണിക്കുമ്പോൾ തൊഴിലുറപ്പ് വേതനം തന്നെ കുറവാണ്. ഈ സാഹചര്യത്തിൽ
60 ദിവസത്തോളം പദ്ധതി നിർത്തിവെക്കുന്നത് ദാരിദ്ര്യ കുടുംബങ്ങളെ പട്ടിണിയിലേക്ക് നയിക്കും. കേരളത്തിന് പുറത്താകട്ടെ ഏറ്റവും അനിവാര്യമായ സമയത്തിൽ ഈ തൊഴിൽ നിഷേധം തൊഴിലാളികളെ വീണ്ടും ഭൂ ഉടമകളുടെ ആശ്രിതരായി മാറ്റുകയും ചെയ്യും. സംസ്ഥാനത്തിനുള്ള തൊഴിലുറപ്പ് വിഹിതത്തിൽ കടുംവെട്ടാണ് കേന്ദ്രം കഴിഞ്ഞ 5 വർഷത്തിൽ നടപ്പിലാക്കിയിട്ടുള്ളത്. 2022-23 സാമ്പത്തിക വർഷം 3854.68 കോടി രൂപയായിരുന്നു കേന്ദ്രത്തിന്റെ വിഹിതമെങ്കിൽ 2025-26 അതായത് നിലവിലെ നടപ്പു വർഷം അത് 2928.34 കോടിയാക്കി കുറച്ചു. സന്നദ്ധ വിദഗ്ധ കൂലി ഒഴിവാക്കിയുള്ള കണക്കാണിത്. മാത്രമല്ല തൊഴിൽ ദിനങ്ങളിലും വെട്ടിക്കുറവ് വരുത്തി. പുതിയ ഭേദഗതി പ്രകാരം സംസ്ഥാനങ്ങൾക്ക് അധിക ബാധ്യത വരും. 2000 കോടി രൂപ ഒരു വർഷത്തിൽ കേരളത്തിന് അധിക ബാധ്യതയുണ്ടാകും. കടമ്പയായി ഡിജിറ്റൽ കാർക്കശ്യവുമുണ്ട്. സുതാര്യതയുടെ പേരിൽ നടപ്പിലാക്കുന്ന സാങ്കേതിക പരിഷ്കരണങ്ങൾ സാധാരണക്കാരായ തൊഴിലാളികൾക്ക് വലിയ കടമ്പയാകും. ജോലി സമയത്തിൽ നിന്നും സ്മാർട്ട് ഫോൺ വഴി 2 തവണ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യണം എന്ന വ്യവസ്ഥ കേരളത്തിലെ മലയോര മേഖലകളിലും തീരദേശങ്ങളിലും നെറ്റ്വർക്ക് പ്രശ്നങ്ങൾ കാരണം നടപ്പിലാക്കാൻ പ്രയാസമാണ്. ഫോട്ടോ അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ പണിയെടുത്താലും ആ ദിവസത്തെ കൂലി നഷ്ടപ്പെടും. ആധാർ കാർഡും തൊഴിൽ കാർഡും ബാങ്ക് അക്കൗണ്ടും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിലെ ചെറിയ തെറ്റുകൾ പോലും തൊഴിലാളികൾക്ക് വേതനം നിഷേധിക്കപ്പെടാൻ കാരണമാകാൻ സാധ്യതയുണ്ട്. ആധാർ അധിഷ്ഠിത വേതന വിതരണ സംവിധാനം ABPS നിർബന്ധമാക്കിയതോടെ രാജ്യത്താകെ 6.73 കോടി തൊഴിലാളികളാണ് പദ്ധതിക്ക് പുറത്തായത്. മൊത്തം തൊഴിലാളികളുടെ 27.4% വരും ഇത്. 2025 ഒക്ടോബർ നവംബർ മാസത്തിനിടെ മാത്രം രാജ്യത്ത് 27 ലക്ഷം തൊഴിലാളികളെ പട്ടികയിൽ നിന്നും ഒഴിവാക്കി. ഇതിൽ വലിയൊരു പങ്കും അർഹരായ തൊഴിലാളികളായിരുന്നു. തൊഴിൽ ദിനങ്ങൾ 100 ദിവസത്തിൽ നിന്നും 125 ഉയർത്തുമെന്ന് ഭേദഗതിയിൽ നിർദ്ദേശിക്കുന്നുണ്ട് എങ്കിലും ഇതിനും കർശനമായ ഉപാധികളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ നോട്ടിഫൈ ചെയ്യുന്ന ഗ്രാമീണ മേഖലകളിൽ 125 ദിവസത്തെ തൊഴിൽ നൽകും എന്നത് സെക്ഷൻ 5:1 പറയുന്നു. എന്നാൽ സംസ്ഥാനത്തെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളും നോട്ടിഫൈ ചെയ്യപ്പെടണം എന്നില്ല. അതായത് ഏതൊക്കെ ഗ്രാമപഞ്ചായത്തുകളിൽ പണി വേണം എന്നുള്ളത് കേന്ദ്രം തീരുമാനിക്കും. കേന്ദ്രത്തിന് പൂർണ്ണ അധികാരം നൽകുന്ന ഇക്കാര്യത്തിൽ ദുരുപയോഗ സാധ്യത ഏറെയാണ്. ഭേദഗതി നിയമപ്രകാരം ഗ്രാമപ്രദേശങ്ങളെ ABC എന്ന് തരംതിരിക്കുന്നതാണ് മറ്റൊരു നിർദ്ദേശം. ഇതിന് അനുസൃതമായി തൊഴിൽ ദിനങ്ങൾ നിർണയിക്കും. മറ്റൊന്ന് പ്രായമായ പാവപ്പെട്ടവരെ പുറത്താക്കും. കേരളത്തിലെ തൊഴിലാളികളിൽ 28.47% 61-നും 80-നും വയസ്സിന് ഇടയിൽ ഉള്ളവരാണ്. ദേശീയ തലത്തിൽ 12.1% ഇതുപോലെ തന്നെയാണ്. കഠിന ശാരീരികാധ്വാനം വേണ്ട ജോലികൾക്കാണ് പുതിയ നിയമപ്രകാരം ഊന്നൽ നൽകുന്നത്. ഇതാകട്ടെ പ്രായമായ തൊഴിലാളികളെയും സ്ത്രീകളെയും പദ്ധതിയിൽ നിന്നും പുറത്താക്കാനുള്ള പരോക്ഷ നീക്കമാണ് എന്ന വിമർശനവുമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഭേദഗതികളിലൂടെ സംഭവിക്കാൻ പോകുന്നത്. ഇതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ബൈ.